ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഫോൺ തന്നെ വാങ്ങുകയാണെങ്കിലും അത് ഏത് കമ്പനി ആയാലും ആൻഡ്രോയിഡിൻ്റെ, അതായത് ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും അതിൽ ഓൾറെഡി ഒരു ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കണം എന്നതാണ് ഗവൺമെൻറ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫോൺ കമ്പനിക്കാർക്ക് എല്ലാവർക്കും. സോ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി ഫോൺ വാങ്ങുന്നവർക്കല്ലേ ആ ഒരു ഇതെന്ന് വിചാരിച്ചാൽ അല്ല. ഫോൺ കയ്യിൽ ഓൾറെഡി ഉള്ളവരുടെ കയ്യിൽ എങ്ങനെ ആ ഒരു ആപ്പ് വരും എന്ന് വെച്ചാൽ, നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുമല്ലോ. അപ്പോൾ ആ അപ്ഡേഷനിലൂടെ ഈ ഒരു ആപ്പ് കൊടുക്കാനാണ് ഗവൺമെൻറ് അതും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ആരെല്ലാം ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ അവരുടെ കയ്യിലെല്ലാം ഈ ഒരു ആപ്പ് വേണം എന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലായാലും എല്ലാവരുടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ആപ്പിലൂടെ നമ്മൾ ഫുൾ ടൈം എന്തെല്ലാം ചെയ്യുന്നു, നമ്മൾ ഫോണിൽ എന്തെല്ലാമാണ് നോക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ ആരോടൊക്കെ സംസാരിക്കുന്നു, എത്ര സമയം സംസാരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ആപ്പ് തരുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പോസിഷൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഓപ്പോസിഷൻ ലീഡേഴ്സായ മല്ലിക അർജുൻ ഖാർഗെയും KC വേണുഗോപാലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സർവാധികാരം എടുക്കുകയാണ് ഗവൺമെൻറ്. അതുമല്ല, ഇതൊരു ബിഗ് ബോസ് ഷോ പോലെ 24 hours നമ്മൾ എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, എത്ര സമയം സംസാരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിനോടോ സംസാരിക്കുന്ന കാര്യം എന്തിന് ഗവൺമെൻറ് അറിയേണ്ട ആവശ്യം എന്നൊക്കെയാണ് ഓപ്പോസിഷൻ ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന വാദങ്ങൾ. അതുപോലെ തന്നെ ഒരു കൂട്ടം പറയുന്നുണ്ട്, ഇസ്രായേലിലെ പെഗസസ് എന്ന ആപ്പിനോട് അനുയോജ്യമായ ഒരു ആപ്പാണോ ഇത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ഈ ആപ്പ് ഏതാന്ന് വെച്ചാൽ, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 28 നവംബർ 2025 ഇറക്കിയ ഒരു ഓർഡറാണ് സഞ്ചാർ സാത്തി ആപ്പ്. ഈ ആപ്പ് ഇനി മുതൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾ ആയി തന്നെ ഉണ്ടായിരിക്കണം എന്നതാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുതിയതായി വാങ്ങുന്ന ഫോണുകളിൽ അങ്ങനെയും പഴയതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോണുകൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെയും ഈ ആപ്പ് നൽകണം എന്നതാണ് മൊബൈൽ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവ് നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ ഈ ആപ്പ് ഓൾറെഡി 2023 ലോഞ്ച് ചെയ്തിരുന്നതാണ്. ഈ ആപ്പ് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ഒരുപാട് ഫോണുകൾ ഇന്ത്യയിൽ മോഷണം പോകുന്നുണ്ടെന്നും ആ ഫോണുകളെല്ലാം എവിടെ പോകുന്നു, ആര് യൂസ് ചെയ്യുന്നു, അതിൽ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടിയും അതിനെക്കുറിച്ച് തന്നെ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയും ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. സോ ഈ മോഷണം പോയ ഫോണുകളെല്ലാം സെക്കൻഡ് ഹാൻഡ് വിപണിയിലേക്കാണ് പോകുന്നത്. അതിനു വേണ്ടി തന്നെ ഒരു പ്രത്യേക വിപണി തന്നെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഗവൺമെൻറ് പറഞ്ഞത് എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വാദമായിട്ട് വരുന്നത്. ഇങ്ങനെ ഈ വെബ്സൈറ്റ് വന്നതിന് ശേഷം മോഷണം പോയ ഫോണുകളെ കുറിച്ച് കംപ്ലൈൻറ്റ് വന്നതും അതിന് ആക്ഷൻ എടുക്കുകയും 2 വർഷത്തിനുള്ളിൽ തന്നെ 42 ലക്ഷത്തോളം ഫോണുകളാണ് ഈ വെബ്സൈറ്റിലൂടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയതും എന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോഷണങ്ങളും സെക്കൻഡ് ഹാൻഡ് വിപണിയിലേക്കുള്ള ഈ ഫോണിൻ്റെ പോക്കും നിർത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആപ്പ് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് പറയുന്നത് എന്ന് ഗവൺമെൻറ് പറയുന്നു. ഗവൺമെൻറ് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. സോ ഇത് നമ്മൾ പ്രീ ഇൻസ്റ്റാളായി ഫോൺ വാങ്ങുന്നവർക്ക് കൊടുക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. നാളെ ഒരു നാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മോഷണം പോവുകയാണെങ്കിൽ ഇത് അനുസരിച്ച് നമുക്ക് അന്വേഷണം നടത്തുകയും ഫോണ് തിരിച്ചു പിടിക്കുകയും ചെയ്യാലോ എന്നതൊക്കെയാണ് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ അടിപൊളിയാണല്ലേ. ഫോൺ മോഷണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടും മോഷണം പോയ ഫോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഗവൺമെൻറ് നമ്മൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരമല്ലേ. ഇതിനെന്തിനാണ് ഓപ്പോസിറ്റ് ലീഡേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും എതിര് നിൽക്കുന്നതും എന്നതൊക്കെ ആയിരിക്കില്ല നിങ്ങളുടെ ചിന്ത. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് മുതലാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ഇതൊക്കെ എന്തിനാണ്, ഇങ്ങനെ ഒരു ആപ്പിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമായിട്ട് എല്ലാവരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ഓപ്പോസിഷൻ ലീഡേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ടെക് എക്സ്പേർട്സ് ആണെങ്കിലും എല്ലാവരും കൂടെ ആ ഒരു കാര്യങ്ങളാണ് നമ്മളുടെ ഗവൺമെൻറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത്
ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ആപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പെർമിഷൻ ചോദിക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ ചോദിക്കുന്ന പെർമിഷൻസ്, അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം. ചോദിക്കുന്ന പെർമിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാമറ, കോൾ ലോഗ്സ്, മെസ്സേജ്, സെൻഡ് ചെയ്തത്, വന്നത്, കണ്ടതുമായ SMS, ആര് എപ്പോൾ അയച്ചത് എന്നതൊക്കെ ഇതിൻ്റെ പൂർണ്ണ രൂപമടക്കം കാണാൻ പറ്റും. അതിനുള്ള പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഒരു മെസ്സേജിൻ്റെ പൂർണ്ണ രൂപമായ മെസ്സേജ് ബോഡി തന്നെ വായിക്കാൻ സാധിക്കും. മെസ്സേജ് ആപ്പ് വഴിയുള്ള ബാങ്ക് OTPകൾ, ഷോപ്പിംഗ് ഡെലിവറി മെസ്സേജുകൾ, സ്വകാര്യ സംഭാഷണം, പിന്നെ രാഷ്ട്രീയ ചർച്ചകൾ എന്നിവയെല്ലാം ഈ ആപ്പിലൂടെ കാണാനും കഴിയും. അതുമല്ല, കഴിഞ്ഞ ഒരു മാസമായി ഡിലീറ്റ് ചെയ്ത മെസ്സേജസുകളൊക്കെ അതൊക്കെ ഫിൽറ്റർ ചെയ്ത് സെർവറിലേക്ക് അയക്കാനും ഇതിന് സാങ്കേതികമായി കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർമിഷൻസ് ഒക്കെ എന്താണ്? എന്തോ ഒരു കാര്യം തെറ്റായാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത്രയും പെർമിഷൻസ് ഒന്നും ഇങ്ങനെ ഒരു ആപ്പിന് ആവശ്യമില്ലല്ലോ എന്നാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സും നമ്മുടെ ഓപ്പോസിഷൻ ലീഡേഴ്സും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഗവൺമെൻറ് എന്തെങ്കിലും പണിയെടുക്കാനാണോ, നമ്മുടെ പേഴ്സണലായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോർത്തിയെടുക്കാനാണോ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്നതൊക്കെയാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയൊക്കെ സംശയമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൾ ലോഗ്സ്, SMS ചോദിക്കുന്നുണ്ടല്ലോ, അത് എന്തിനാന്ന് വെച്ചാൽ അത് അറിഞ്ഞാലല്ലേ ഇപ്പം മോഷണം പോയതിനു ശേഷം ആർക്കൊക്കെ കോൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ SMS അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ SMS ഏതെങ്കിലും തെറ്റി ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കോൾ ലോഗ്സും SMS ചോദിച്ചത് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പിന്നെ അടുത്തത് മേക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ്, എന്തിന് അതിൻ്റെ പെർമിഷൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങളുടെ ഫോൺ വാങ്ങുമ്പോൾ വന്ന് ഫസ്റ്റ് സിം കാർഡ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഫോൺ കോൾ എന്തിന് ഞങ്ങൾ ചോദിക്കുന്നു, എന്നാൽ നിങ്ങൾ ഇത് ഏത് സിം അതിൽ യൂസ് ചെയ്തു എന്നുള്ളത് വേറെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിം അതിൽ ഇടുമ്പോൾ തന്നെ ഒരു ഫോൺ കോൾ മേക്ക് ചെയ്ത് ഏത് സിം കാർഡ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും എന്നതാണ് അവർ പറയുന്നത്. പിന്നെ സെൻഡ് SMS അത് രജിസ്ട്രേഷൻ ചെയ്യാനാണെന്നും ഫോട്ടോ ആൻഡ് ഫയൽസ് എന്തിനാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോഷണം പോയി എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ആവശ്യമുണ്ട്. അതുമല്ല IMI നമ്പറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോട്ടോ എടുത്ത് അയക്കണമെങ്കിൽ ആവശ്യം വരും. അതുകൊണ്ടാണ് ക്യാമറയും ഫോട്ടോ ഫയൽസും എല്ലാം പെർമിഷൻ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഓപ്പോസിഷൻ ലീഡറായ മല്ലിക അർജുൻ ഖാർഗെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ. അതിൽ പറയുന്നത് BJP നേതാക്കൾ ജനങ്ങളുടെ വായ അടപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്. ഗവൺമെൻറ് ഒറ്റക്കാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും ഫോണിൽ ഇത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് എങ്ങനെ ഇത് തീരുമാനിക്കും? ഇതിൽ ബാധിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടൊന്നും ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ഒറ്റയ്ക്കാണ് ഗവൺമെൻറ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് എന്നും, അപ്പോൾ ഇതൊക്കെ ബാധിക്കപ്പെടുന്ന ഫോൺ മാനുഫാക്ചേഴ്സ് ആയാലും നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് ആയാലും ജനങ്ങളോടായാലും ഇവരോട് ആരോടും ഒരു അഭിപ്രായവും ചോദിച്ചിട്ടില്ല എന്നും, നമ്മൾ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എത്ര സമയം സംസാരിക്കുന്നു എന്നതൊക്കെ എന്തിനാണ് ഗവൺമെൻറ് അറിയുന്നതെന്നും, ഇതിൻ്റെയൊക്കെ ട്വിറ്ററിൻ്റെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞാണ് ട്വിറ്റർ അവസാനിപ്പിക്കുന്നത്. ജനാധിപത്യം നശിക്കുന്നു, സർവാധികാരം തഴച്ചു വളരുന്നു. ഇത് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ആപ്പിൾ കമ്പനി ഒഫീഷ്യൽ അല്ലെങ്കിലും ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതിനവർ തയ്യാറല്ലെന്നും ഇത് അവരുടെ കമ്പനിയുടെ പ്രൈവസിയെയും സെക്യൂരിറ്റിയെയും ബാധിക്കുമെന്നും ഇത് അവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ്, അതായത് യൂസ് ചെയ്യുന്ന ആ ഒരു പേഴ്സന്റെ പ്രൈവസിയെയും ബാധിക്കുന്നതാണെന്നും ഇത് അവർക്ക് നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ നേരിട്ട് ടെലികോം മിനിസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നു എന്നും ന്യൂസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞെന്നോ എപ്പോൾ പറഞ്ഞെന്നോ ആളുടെ ഐഡന്റിറ്റിയോ റിവീൽ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഇത് പൊതുജനങ്ങളുടെ കിടപ്പുമുറിയിലേക്കുള്ള എത്തിനോട്ടമാണ് ഈ ആപ്പിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും ഒരു പക്ഷം ആളുകളുടെ വിമർശനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ഇസ്രായേലിന്റെ കുപ്രസിദ്ധ ചാര ആപ്പായ പെഗസിസ് പോലെ ആണോ ഈ സഞ്ചാർ സാത്തി ആപ്പ് എന്നും ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഒരുപാട് ഉയർന്നതിനെ അനുബന്ധിച്ച് നമ്മുടെ ടെലികോം മിനിസ്റ്റർ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. അവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ,
മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് എല്ലാവരിലേക്കും എത്തിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരോടും രജിസ്റ്റർ ചെയ്യണമെന്നും ഞങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അതുമല്ല, ആവശ്യമില്ലാത്തവർക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ഈ ആപ്പ്, ഇങ്ങനൊരു ആപ്പ് ഉണ്ടെന്ന് എല്ലാവരും അറിയണം എന്നേ ഉള്ളൂ. ഞങ്ങൾ മോഷണങ്ങൾ, ഇപ്പോൾ ഫോൺ മോഷണങ്ങൾ നിർത്താനും സെക്കൻഡ് ഹാൻഡ് എന്നുള്ള വിപണിയിലേക്ക് ഈ മോഷണ ഫോൺ എത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയത്. അതിന് പ്രതിപക്ഷം എതിർക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പിന്നീട് പറയുന്നുണ്ടായിരുന്നത്. ഈ ഒരു ഉത്തരവ് നവംബർ 28-ന് കൊടുത്തിരിക്കുന്നതാണ്. അന്നേ ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ ഈ ആപ്പ് എല്ലാ ഫോണിലും വേണം എന്നതായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ 90 ദിവസത്തിനുള്ളിൽ ഇങ്ങനൊരു ആപ്പ് വരുമോ, നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമോ, ഇതൊക്കെ വരുമോ, അല്ലെങ്കിൽ പുതിയതായി വാങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ഈ നിയമം പിൻവലിച്ചു എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ഇടണം. ഈ ആപ്പ് നല്ലതാണോ മോശമാണോ, ഇത് പ്രൈവസി എടുക്കുന്നതാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.